നമസ്കാരം. അങ്ങനെ ഗസയിലേക്ക് സഹായമായിട്ട് പോയ അടുത്ത കപ്പൽ വ്യൂഹത്തെയും ഇസ്രായേൽ ആക്രമിച്ചിരിക്കുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ പറയണ്ടെന്ന് വിചാരിച്ചാലും എത്ര സാഹചര്യങ്ങൾ ഉണ്ടാക്കി നമുക്ക് സംസാരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഈ ഉപരോധം തകർത്ത് ഗസയിലേക്ക് മുന്നേറാൻ ശ്രമിച്ച കപ്പലുകളെ ആക്രമിച്ച വിവരം പുറത്തു വന്നപ്പോൾ മിക്ക വാർത്താമാധ്യമ ചാനലുകളുടെയും അടിയിൽ വന്നിട്ട് ചില തൽപര കക്ഷികൾ, ചില പേരുകാർ വളരെ മോശമായ രീതിയിലുള്ള കമന്റുകൾ ഇടുന്നത് കാണുന്നുണ്ട്. തീവ്രവാദികൾക്ക് സഹായമായിട്ട് പോയി, എന്തിനു തീവ്രവാദികളെ സഹായിക്കണം, അവർക്കത് കിട്ടട്ടെ, പ്രീണനമാണ് എന്നൊക്കെ പറയുന്നുണ്ടായി. എന്താ പ്രീണനം എന്ന് മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ എൻറ്റിറ്റിക്ക് ഗസയോ ഫലസ്തീനോ ഉപരോധത്തിൽ വയ്ക്കാനായിട്ട് യാതൊരു അവകാശവുമില്ല എന്നുള്ളതാണ്. ഇവർക്ക് വേണമെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് വരുന്ന കരവ്യോമ മാർഗങ്ങൾ അടച്ചു വെക്കാം. പക്ഷേ ഈജിപ്തിന്റെയും ബാക്കി ഗസയുടെ തീരപ്രദേശവും സമുദ്രാതിർത്തിയും അടച്ചു വെക്കാനായിട്ട് ഇവർക്ക് യാതൊരു അവകാശവുമില്ല. ഈ വന്ന ഗ്ലോബൽ സമുദ്ര ഫ്ലോട്ടിലെ ഇവർ പിടികൂടിയിരിക്കുന്നത് അന്താരാഷ്ട്ര കപ്പൽപാതയിൽ വെച്ചും ഗസയുടെ തീരത്ത് വെച്ച് വിടണം. ഇങ്ങനൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഇതിനെ കണക്കാക്കുന്നത് തീവ്രവാദ പ്രവർത്തനമായിട്ടോ അല്ലെങ്കിൽ കടൽക്കൊള്ളയായിട്ടോ ആണ്. ഈ ലോക സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിന്, വ്യവസ്ഥാപിതമായ ഒരു രാഷ്ട്രത്തിന് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിന് സിയോണിസ്റ്റുകളുടെ സകല പിന്തുണയും ഉണ്ടെന്നുള്ളത് സത്യമാണ്. അതാണ് നമ്മൾ ഈ കമന്റുകളായും എല്ലാം നമ്മൾ ഈ വാർത്താ മാധ്യമങ്ങൾക്ക് കീഴെ കാണുന്നത്. ഇനി ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണം കൊണ്ടാണ് ഇസ്രായേൽ ഇത്ര കടുത്ത തീരുമാനമെടുത്തതെന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ അവരെ ചെരുപ്പൂരിയാണ് അടിക്കേണ്ടത്. മറ്റൊന്നും കൊണ്ടല്ല, 2007 മുതൽ ഗസ ഉപരോധത്തിലാണ്. ഇസ്രായേലിന്റെ സമ്പൂർണമായ ഉപരോധത്തിലാണ് 2007 മുതൽ ഗസ പ്രദേശം. നമ്മൾ ഇന്ന് കണ്ട ഈ ഗ്ലോബൽ സമുദ്ര ഫ്ലോട്ടില എന്ന് പറയുന്ന ദൗത്യം ഈ ഉപരോധം ഭേദിക്കാനായിട്ട് വന്ന 10ാമത്തെയോ 12ാമത്തെയോ ദൗത്യമാണ്. 2008 മറ്റോ ഒരു ദൗത്യം ഏതാണ്ട് ഗസയുടെ തീരം വരെ എത്തുന്നുണ്ട്. അതിനുശേഷം 2010 ഒരു ദൗത്യത്തെ ആക്രമിച്ച് അതിലുണ്ടായിരുന്ന 6 കപ്പലുകളിൽ നിന്നായിട്ട് 10 ആക്ടിവിസ്റ്റുകളെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ഇതിനുശേഷവും മരണഭയമില്ലാത്ത മനുഷ്യസ്നേഹികളായ മനുഷ്യർ പല ദൗത്യങ്ങളുമായിട്ട് പല പേരുകളിലായിട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. സമുദ്രമാർഗം എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും മര്യാദകളും പാലിച്ച് ഗസയുടെ തീരത്തെ ഈ ദുരിതം അകറ്റാനായിട്ട് അവയെല്ലാം ഇസ്രായേൽ നിഷ്കരുണം തകർക്കുകയായിരുന്നു. ഒട്ടനേകം പേരെ ആക്രമിക്കുകയും ബന്ദികളാക്കി ഇസ്രായേലിലേക്ക് കൊണ്ടുവരികയും വർഷങ്ങളോളം തടവിൽ പാർപ്പിക്കുകയും ചിലരെല്ലാം വിട്ടയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യങ്ങളല്ല. ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണമാണ് ഇതിന് കാരണമെന്ന് പറയുന്ന മനുഷ്യരിൽ ചിലർക്കെല്ലാം ഇതറിയാം. പക്ഷെ ചിലരറിഞ്ഞിട്ടും അറിയില്ല എന്ന് നടിക്കുന്നതും മറച്ചു വെക്കുന്നതുമാണ്. അത്രയും ക്രൂരന്മാരോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ മതാന്തത കൊണ്ടും അല്ലെങ്കിൽ വംശീയ വിദ്വേഷം കൊണ്ടും മനസ്സ് മരവിച്ചു പോയ ഇത്തരം മനുഷ്യര് നമ്മുടെ ഇടയിലുണ്ടെന്നുള്ളത് ലജ്ജാകരം തന്നെയാണ്. നിങ്ങളിൽ ചിലരെങ്കിലും അവരുടെ മുഖങ്ങൾ കാണുന്നുണ്ടാവും. ആ മുഖങ്ങൾ എന്നും നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടതാണ്. കാര്യം നാളെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെതിരെ തിരിയാവുന്ന മുഖങ്ങളാണത്. നമ്മുടെ മുമ്പിൽ ചിരിച്ചു നിൽക്കുമെങ്കിലും അവരുടെ ഉള്ളിലുള്ള വംശീയ വിദ്വേഷം നിങ്ങൾ ഒരിക്കലും മറന്നു കളയേണ്ടാത്തതാണ്. ഈ ഗസയിലെ ജനങ്ങൾക്ക് മീൻ പിടിച്ച് ജീവിക്കാനുള്ള അവകാശം പോലുമില്ല. ഗസയുടെ തീരപ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള നിരവധി ആളുകളാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ചിട്ടുള്ളത്. അത് ഈ ഒക്ടോബർ 7 ശേഷം മാത്രമല്ല, അതിനു മുമ്പും വർഷങ്ങളായി, ഏതാണ്ട് 10-70 വർഷമായിട്ട് തീരപ്രദേശത്ത് ഉൾക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയ നിരവധി ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അവരിൽ മിക്കവരുടെയും മൃതദേഹങ്ങൾ തീരത്തേക്ക് എത്തില്ല. ഈ ബോട്ടിനോടൊപ്പം തന്നെ അവയും കടലിൽ വെച്ച് നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത്രത്തോളം ക്രൂരതയാണ് ഇസ്രായേൽ ഈ ജനതയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഇവരെന്തായിരിക്കാം ഇവർക്കുള്ള ഒരു പ്രതിവിധി? ഇവർക്ക് സമാധാനം വേണ്ടേ? ഇവർക്ക് ജീവിക്കണ്ടേ? പിറന്ന നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച് ഒരു തുരുത്തായ ഗസയിലെത്തിയവര് ഇനി ഇവിടുന്ന് എവിടേക്ക് പോകും? ഇക്കാലം അത്രയും ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു വിപണിയായിട്ടും തുച്ഛമായ ചിലവില് തൊഴിലാളികളെ കിട്ടുന്ന ഒരു ലേബർ ക്യാമ്പുമായിട്ടാണ് ഇവർ ഫലസ്തീൻ പ്രദേശങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്.
ഒരു വലിയ വ്യവസായങ്ങളോ അല്ലെങ്കിൽ ഗവേഷണ സ്ഥാപനങ്ങളോ പോലും ഈ ഫലസ്തീൻ പ്രദേശങ്ങളിൽ ആരംഭിക്കാനായിട്ട് ഈ സേന ഇസ്രായേൽ സമ്മതിക്കില്ല. ഒരു സീപോർട്ടോ എയർപോർട്ടോ ഇവിടെ സ്ഥാപിക്കാൻ കഴിയില്ല. ഇസ്രായേലിന്റെ നിയന്ത്രണത്തിനുള്ളിലല്ലാതെ ഇവർക്ക് നടക്കാനോ പുറത്തു പോകാനോ തിരിച്ചു വരാനോ കഴിയില്ല. ഇവർക്ക് മറ്റു രാഷ്ട്രങ്ങളിലേക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല. ഇവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇവിടെ തിരിച്ച് ഫലസ്തീനിലേക്കോ അല്ലെങ്കിൽ ഈ ഗസ പ്രദേശത്തേക്കോ ഇവരുടെ കുടുംബങ്ങളുടെ അടുത്തേക്ക് തിരിച്ചെത്താൻ കഴിയുന്ന യാതൊരു ഉറപ്പുമില്ല. പോയി കഴിഞ്ഞവർക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഇവർക്ക് ആകെ പോകാൻ ജോലി എടുക്കാനായിട്ട് പുറത്തു പോകാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ പ്രദേശങ്ങൾ മാത്രമാണ്. അവിടെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഇവരെ പുറത്താക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവർക്ക് വെസ്റ്റ് ബാങ്കിലേക്കോ ഗസയിലേക്കോ എത്താം. അല്ലാതെ മറ്റൊരു രാഷ്ട്രത്തിലും പോയി ജോലി ചെയ്യാനോ സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം ഇവർക്കില്ല. അതാണ് ഗസയുടെ സ്ഥിതി. അതുകൂടാതെ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന വ്യോമാക്രമണങ്ങൾ, ഏതു നേരം വേണമെങ്കിലും ബോംബ് വീണ ആരും മരിക്കാം. ഇവർ പറയുന്നത് ടാർഗറ്റഡ് അസാസിനേഷൻ ആണെന്നാണ്, ത്രെട്ടാണെന്നാണ്, ഇസ്രായേലിന് ത്രെട്ടാണ്, തീവ്രവാദിയെ ആക്രമിക്കുന്നു. പക്ഷേ ഈ ഒരു ബോംബ് വീഴുമ്പോൾ ഈ ചുറ്റുമുള്ള സകല മനുഷ്യരും പൊട്ടിച്ചു തീർന്ന രീതിയിലുള്ള വലിയ ബോംബുകളാണ് ഇവർ പലപ്പോഴും ഈ ഗസയിലും വെസ്റ്റ് ബാങ്കിലും എല്ലാം നിക്ഷേപിക്കുന്നത്. പ്രത്യേകിച്ച് ഗസയിൽ. വെസ്റ്റ് ബാങ്കിൽ ഏറെക്കുറെ ഇവരുടെ സൈനിക നിയന്ത്രണമുണ്ട്. പക്ഷേ ഗസയിലേക്ക് ഹമാസിന്റെ ശക്തമായ പ്രതിരോധമുള്ളതുകൊണ്ട് സൈനികമായിട്ട് ഇവർക്ക് നേരത്തെ കടന്നു കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും 2 വർഷമായിട്ടും ഹമാസിന്റെ സൈനിക പ്രതിരോധം അത്ര ശക്തമായി തന്നെ നിൽക്കുകയാണ്. അതിനെ സൈനികമായി തടയാൻ കഴിയാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് ഒരു രാഷ്ട്രീയമായ ഒരു ഉടമ്പടിയുമായെല്ലാം വന്നത്. അതിലെ കാപട്യങ്ങളും മറ്റും കാണിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നതാണ്. ഈ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എല്ലാം സമ്പൂർണ്ണ പിന്തുണയോടുകൂടിയായിട്ടാണ് ഈ സിയോണിസ്റ്റുകൾ ഈ കാണാവുന്ന ക്രൂരതകളെല്ലാം കാണിച്ചു കൂട്ടുന്നത്. ഇതെല്ലാം നടക്കുമ്പോഴും ഇവർക്ക് ഈ അമേരിക്കയും ബ്രിട്ടനും സകല പിന്തുണയും കൊടുക്കുന്ന അറബ് രാഷ്ട്രങ്ങളിലെ രാജാക്കന്മാരോട് ഇപ്പോ ശരിക്കും പുച്ഛമാണ് തോന്നുന്നത്. കാര്യം കേവലം സിവിലിയൻസ് ആയ കുറച്ച് ആളുകൾക്ക് ഒരു 40-50 ബോട്ടുകളുമായിട്ട് വന്ന് പേടിയില്ലാതെ ഇസ്രായേലിന്റെ ഉപരോധം മറികടക്കാൻ സാധിക്കുമെങ്കിൽ ഈ രാഷ്ട്രങ്ങൾ വിചാരിച്ചാൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും? യഥാർത്ഥത്തിൽ ഇവര് അടിമകളാക്കി കാണിക്കുന്നത് ഇവരെ മാത്രമല്ല, ഒരു ജനസമൂഹത്തെ തന്നെയാണ്. എത്ര കാലത്തോളം ഇവർക്ക് ഈ മൗനം കൊണ്ട് സുഖമായിട്ട് ജീവിച്ചു പോകാൻ കഴിയും? അധികകാലം കഴിയില്ല. ഇവർക്കുള്ളത് ഇവരെ തേടി എത്തുക തന്നെ ചെയ്യും. നമസ്കാരം.